വയസ്സുകാലത്ത് എനക്ക് മാത്രം പോരല്ലോ വിശ്രമം. ഇത്രയും കാലം നിനക്കും ജയപാലിനും വേണ്ടി എല്ലും മുറിയെ പണിയെടുത്താ നിനക്കും വേണ്ടേ സ്വസ്ഥമായി കിടന്നുറങ്ങാൻ ഒരു വീട്? നിനക്കും ആവട്ടെ. പിന്നെ നിന്റെ കാലിന് ഒരു വയ്യായിക്കൊക്കെ ഉള്ളതല്ലേ. നിന്നെ കൊണ്ട് ഒരുപാട് കഷ്ടപ്പാടിലെ പണിയൊന്നും ചെയ്യിക്കണ്ടെന്ന് ഞാൻ ജയപാലിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നീ പണിയെടുത്താലും ഇല്ലെങ്കിലും എല്ലാ മാസവും ജയപാലിൻ്റെ അക്കൗണ്ടിലേക്ക് നിനക്ക് തരാൻ 15,000 ഉറുപ്പ്യ ഞാൻ അയക്കാറുണ്ട്. അത് നീ കൃത്യമായി വാങ്ങിയെടുത്തോളണം. കയ്യിലുള്ള കാശ് ആർക്കും കൊടുക്കാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന ആളാ ജയപാലൻ. അത് നിനക്കറിയാലാ. ഭാരതിക്കും നിനക്കും സുഖം തന്നെയല്ലേ? അടുത്ത തവണ വരുമ്പോൾ നിന്റെ നമ്പർ എനിക്ക് തരണം. തരാന്ന് പറയുന്നതല്ലാണ്ട് ജയപാലൻ എപ്പോൾ അത് മറക്കും. അതുകൊണ്ടാണ് ഈ മെസ്സേജ് ഞാൻ ജയപാലിന് അയക്കുന്നത്. അപ്പോൾ ശരി, നമുക്ക് ഓണത്തിന് വന്നിട്ട് കാണാം കേട്ടോ. ഓക്കെ. അച്ഛൻ ഗൾഫിൽ ഉപയോഗിച്ചിരുന്ന ഫോണാ കഴിഞ്ഞ ദിവസം അച്ഛന്റെ പെട്ടിന്ന് കിട്ടി. മനുഷ്യനേക്കാളും നന്ദിയുള്ള മൃഗം നായാണല്ലോ അല്ലേ ശിവരാമേട്ട? ഉണ്ണുന്ന ചോറിനത് നന്ദി കാണിക്കില്ലേ? കുഞ്ഞേ, ചതിച്ചതാ കുഞ്ഞ്. കുഞ്ഞിന്റെ അച്ഛനെ മാത്രമല്ല എന്നെയും ചതിച്ചതാ ആ ചെറ്റ. അരവിന്ദ സാർ നല്ല മനുഷ്യനായിരുന്നു. എപ്പോൾ ഗൾഫിൽ നിന്ന് വന്നാലും ഷർട്ടിൻ്റെ തുണിയും സ്പ്രേയും ഒക്കെ കൊണ്ട് തരുമായിരുന്നു. എൻ്റെ അമ്മയുടെ ഓപ്പറേഷൻ സമയത്ത് മുഴുവൻ ചെലവും ഏറ്റെടുത്തത് സാറാ. പക്ഷെ അരവിന്ദ സാറുമായി ഒരു അടുപ്പം ഉണ്ടാക്കാൻ എന്നെ സമ്മതിക്കാതെ അകറ്റി നിർത്തുകയായിരുന്നു ആ ജയപാലൻ. സത്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു പോകുമെന്ന് പേടിച്ചിട്ടായിരിക്കും. എനിക്ക് മാസം തോറും 15,000 രൂപ അയക്കുന്ന കാര്യം പറഞ്ഞില്ലേ, അത് കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ എന്ത് സന്തോഷമായിട്ട് കഴിയുമായിരുന്നു ഞാനും ഭാരതി. ഈ വയ്യാത്ത കാലം വെച്ച് പണിക്കിറങ്ങേണ്ട ഗതികേട് വരില്ലായിരുന്നു. എന്റെ പിച്ചപാത്രത്തിലും കൈയിട്ട് വരിയില്ലേ ആ പരമത്തെണ്ടി. കരഞ്ഞു പറഞ്ഞ് ചോദിച്ചാലാ വല്ലപ്പോഴും 1,000-2,000 തരുന്നത്. അതും സ്വന്തം കയ്യിൽ നിന്ന് എടുത്തു തരുന്ന ആ ദ്രോഹി പറഞ്ഞത്. അരവിന്ദൻ സാറിനെ ചതിച്ചവൻ എന്നെയും ചതിക്കുമെന്ന് പ്രതീക്ഷിക്കാതിരുന്നതാ എന്റെ തെറ്റ്. ശിവരാമേട്ടൻ എന്താ പറഞ്ഞത്? അച്ഛനെ ചതിച്ചെന്നോ? ഇനി അതൊക്കെ തുറന്നു പറയാൻ എനിക്കൊരു മടിയില്ല. ഇത്രയും കാലം ഞാനൊന്നും പറയാതിരുന്നത് ജയപാലൻ എന്ന പിശാചിനെ പേടിച്ചിട്ടാ. അരവിന്ദ സാറിനെ കൊന്ന പോലെ എന്നെയും കൊല്ലുമെന്ന് പേടിച്ചിട്ട്. അച്ഛനെ കൊന്നു? പറ ശിവരാമേട്ട, ശിവരാമേട്ടൻ ഇപ്പൊ എന്താ പറഞ്ഞത്? പറ.